കേരളം ശ്രദ്ധിക്കുന്ന ശക്തമായ ത്രികോണ മത്സരത്തിന് വേദിയാകുന്ന മഞ്ചേശ്വരത്ത് ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി നിലവിലെ MLA AK മഷറഫിനെ പ്രഖ്യാപിച്ചതോടുകൂടി ആ പോരാട്ടം അതിൻ്റെ കടുത്ത അവസ്ഥയിലേക്ക് എത്തുകയാണ്. അംഗക്കളം ഉയർന്നു കഴിഞ്ഞു. എങ്ങനെയുണ്ട് പ്രതീക്ഷകൾ? താങ്കൾ സിറ്റിംഗ് MLA ആണ്. നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ പോരാട്ടം നടത്തുമ്പോൾ 850 വോട്ടുകൾക്ക് താങ്കൾ വിജയിച്ചു. എങ്ങനെയായിരിക്കും, എങ്ങനെ നോക്കിക്കാണുന്നു ഈ സമയം? കഴിഞ്ഞ 5 വർഷത്തെ മഞ്ചേശ്വരത്തിൻ്റെ പ്രവർത്തനത്തിന് എൻ്റെ പാർട്ടിയും എൻ്റെ മുന്നണിയും എനിക്ക് വീണ്ടും ഒരു അവസരം നൽകിയിരിക്കുകയാണ്. സർവക്ഷത്തിന് സ്തുതി. മഞ്ചേശ്വരത്തെ ജനങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായും കഴിഞ്ഞ 5 വർഷം മഞ്ചേശ്വരത്തെ ജനങ്ങൾക്കിടയിലാണ് സമരമുഖത്തും വികസന പ്രവർത്തനങ്ങളിലും അവരുടെ ഇൻഡിവിജ്വലായ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട ഒരാളാണ്. ഈ അവസരം കിട്ടുമ്പോൾ മഞ്ചേശ്വരത്തെ ജനങ്ങൾക്കൊന്നും എന്നെ വീണ്ടും ഒരു പുനരാലോചന നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർ നന്നായി അവരുടെ MLA കുറിച്ച് അവർക്കറിയാം. തീർച്ചയായും 2026 ഇലക്ഷനിൽ കേരളവും ഇന്ത്യയും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണ്. അതിന് പറയുന്നൊരു കാര്യം 2016 ഒരു 89 വോട്ടിൻ്റെ വ്യത്യാസവും കഴിഞ്ഞ പ്രാവശ്യത്തെ 745 വോട്ടിൻ്റെ ഡിഫറൻസുമാണ്. ആ മഞ്ചേശ്വരമല്ല ഇന്ന് മഞ്ചേശ്വരം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 8 പഞ്ചായത്ത് ഭരിക്കുന്നത് UDF ആണ്. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 8 പഞ്ചായത്ത് ഭരിക്കുന്ന UDF ആണ്. 4 ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ BJPയുടെ ഒരു സീറ്റ് ഞങ്ങൾ തിരിച്ചു പിടിച്ച ഒരു ഇലക്ഷനാണ് കടന്നുപോയത്. ബ്ലോക്ക് പഞ്ചായത്തുകളും ഞങ്ങളുടെ കയ്യിലാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ടീം UDFൻ്റെ ഒരു വർക്ക് മഞ്ചേശ്വരത്ത് എന്തായാലും അത് ആരംഭിച്ചിട്ടുണ്ട്. അത് മെയ് മാസം 4-ാം തീയതി റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ UDFൻ്റെ പൊന്നാമരം കോട്ടയാണ് മഞ്ചേശ്വരം എന്നുള്ളത് തെളിയിക്കും. സുരേന്ദ്രനെതിരെയുള്ള പോരാട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ MLAക്ക് കരുത്തു പകരുന്നുണ്ട്. പക്ഷേ SIR വലിയ രീതിയിൽ ചർച്ചയായി മാറിയ ഒരു മണ്ഡലം കൂടിയാണിത്. പല വോട്ടുകളും തള്ളപ്പെട്ടു. മറ്റ് ചർച്ചകളൊക്കെ അതിൻ്റെ മുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു പുതിയ അവസ്ഥയിൽ SIR വന്ന ശേഷം? BJP ഇന്ത്യയിൽ ജനാധിപത്യ രീതിയിൽ വിജയിക്കാൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെ അവർ ഉപയോഗിച്ചത് വോട്ടർ പട്ടികയും ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിരുന്നു എന്നുള്ളത് രാഹുൽ ഗാന്ധി ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം. അത് ഇന്ത്യയിൽ ചർച്ച നടന്നൊരു വിഷയമാണ്. ഞാൻ ഇവിടെയും SIRൻ്റെ കാര്യത്തിലും കള്ള വോട്ട് കർണാടകയിൽ ഷിഫ്റ്റ് ചെയ്ത് ചേർക്കുന്ന കാര്യത്തിലൊക്കെ BJP ശ്രമം നടത്തിയിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് UDFൻ്റെ കേന്ദ്രമാണ്, UDFൻ്റെ മണ്ഡലമാണ്. ഞങ്ങൾ കൃത്യമായി UDFന് സ്വാധീനമുള്ള മഹാഭൂരിപക്ഷം ബൂത്തുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം സുരേന്ദ്രനായിരുന്നു സ്ഥാനാർത്ഥി. 2011 സുരേന്ദ്രനാണ്, 2016 സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ മഞ്ചേശ്വരത്തെ നന്നായിട്ടറിയാം. ഈ SIR കൊണ്ടും വോട്ട് പലതും വെട്ടിമാറ്റാനുള്ള ശ്രമം നടത്തി. ഇപ്പം ഞാൻ തന്നെ ഒരു ആരോപണവുമായി വന്നതാണ്. അഹമ്മദ് എന്ന് പറയുന്ന കയ്യാറിലെ ഒരാളെ അയാൾ ഇന്ത്യൻ പൗരനല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഇപ്പോൾ സങ്കടത്തിലാണ്. ഇങ്ങനെയുള്ള വളരെ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ അതൊക്കെ കൂട്ടിച്ചേർത്ത് ജനങ്ങൾ മറുപടി നൽകും. എന്തായാലും സുരേന്ദ്രനെ കീഴ്പ്പെടുത്തുമെന്ന ആത്മവിശ്വാസം തന്നെ. മഞ്ചേശ്വരത്ത് തീർച്ചയായും ഈ പ്രാവശ്യം UDFൻ്റെ ഏറ്റവും മികച്ച ഭൂരിപക്ഷം 2001 CK പത്മനാഭനായിരുന്നു അന്ന് എതിരാളി. അന്നും ഇന്ത്യ ഭരിക്കുന്നത് BJPയുടെ വാജ്പേയിയുടെ ഗവൺമെൻറ് ആയിരുന്നു. 2026 കാൽ നൂറ്റാണ്ടിന് ശേഷം മഞ്ചേശ്വരം 2001 ഭൂരിപക്ഷം മറികടക്കും. എങ്ങനെ നോക്കിക്കാണുന്നു ഈ കഴിഞ്ഞ 5 വർഷ കാലയളവിൽ നടത്തിയ മഞ്ചേശ്വരത്തെ വികസന പ്രവർത്തനങ്ങളുണ്ടല്ലോ, എടുത്തു പറയത്തക്ക താങ്കൾക്ക് കാണിക്കാൻ പറ്റും? മഞ്ചേശ്വരത്തെ അത്യുത്തര കേരളത്തിൻ്റെ ഭൂമിക വിദ്യാഭ്യാസവും ആരോഗ്യവും റോഡുകളും അത്യാവശ്യം പാലങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ ഒരു പ്രതിപക്ഷ MLA ആയി മഞ്ചേശ്വരക്കാരുടെ മുമ്പിൽ നിരവധി വികസനം കൊണ്ടുവന്ന കാലയളവായിരുന്നു. അതിനേക്കാളും എല്ലാം മഞ്ചേശ്വരം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമുണ്ട്. ഹൈവേയുടെ പണി പൂർത്തിയാകും. അന്യായമായി 22 കിലോമീറ്ററിനിടയിൽ ആരിക്കാടിയിൽ ഒരു ടോൾ ബൂത്ത് BJP ഗവൺമെൻറ് നിർമ്മിക്കാൻ ശ്രമിച്ചു. BJPക്കാരുടെ മുമ്പിൽ ജനങ്ങൾ പോയപ്പോൾ അവർ പറഞ്ഞു അത് താൽക്കാലിക ടോൾ ബൂത്ത്, അത് മാറ്റുമെന്ന്. ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. BJP മാറി നിന്നപ്പോൾ MLA നിലയ്ക്ക് ചെയർമാനായി എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ശക്തമായ സമരങ്ങളിലേക്ക് പോയി. 9ഓളം കേസുകൾ ഞങ്ങളുടെ പേരിൽ വന്നു. 2 നോൺ അവൈലബിൾ കേസടക്കം. ഞങ്ങളുടെ പല പ്രവർത്തകരും ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നു. പക്ഷെ ഒന്നുറപ്പ്, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പ്രിയപ്പെട്ട മഞ്ചേശ്വരക്കാരുടെ മുമ്പിലേക്ക് പോകുമ്പോൾ ആ സമരം വിജയിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ടോൾ റദ്ദ് ചെയ്ത ഒരു MLA ആയിട്ടാണ് അവരുടെ മുമ്പിലേക്ക് പോകുന്നത്. അതും വോട്ടായി മാറും. ഭാഷാ ന്യൂനപക്ഷങ്ങളെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അവർക്കുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടോ ഈ കാലയളവിനകത്ത്? ഞാനിപ്പോൾ ഭാഷാ BA കന്നഡ ലിറ്ററേച്ചർ ഡിഗ്രി എടുത്ത ഒരു മഞ്ചേശ്വരം മണ്ഡലക്കാരനായ കന്നഡക്കാരനായ MLA ആണ്. കേരളത്തിൻ്റെ അസംബ്ലിയിൽ എൻ്റെ സത്യപ്രതിജ്ഞ കന്നഡയിലായിരുന്നു. എൻ്റെ പല പ്രസംഗങ്ങളും കന്നഡ ഭാഷയിലായിരുന്നു. കന്നഡയിലെ പ്രശസ്ത കവികളുടെയൊക്കെ കവിതകളൊക്കെ ആലപിച്ചുകൊണ്ട് നിയമസഭയിൽ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ എന്ത് ഇഷ്യൂ വരുമ്പോഴും CMൻ്റെയും ജില്ലാതലത്തിലൊക്കെ ഇടപെട്ട ഒരാളാണ്. മഞ്ചേശ്വരത്തെ ഭാഷാ ന്യൂനപക്ഷക്കാരനായി എന്നെ പിന്തുണയ്ക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശിരൂർ ദുരന്ത വേളയിലും താങ്കൾ ശ്രദ്ധേയമായ സേവനം അവിടെ അനുഷ്ഠിക്കുകയുണ്ടായി. താങ്കളുടെ സാന്നിധ്യം ഇതൊക്കെ എങ്ങനെ വോട്ടിലേക്ക് പ്രതിഫലിക്കുമെന്ന് കരുതുന്നു? ശിരൂർ തീർച്ചയായും ഒരു കേരളീയനും മറക്കാൻ കഴിയാത്തൊരു ഓർമ്മയാണ്.
പ്രിയപ്പെട്ട അർജുൻ ഗംഗാവലി പുഴയുടെ തീരത്ത് മിസ്സായി. അദ്ദേഹത്തിൻ്റെ കുടുംബം കേരളത്തിൻ്റെ കുടുംബമായി മാറിയപ്പോൾ ഭാഷ അറിയുന്ന ഒരാളെന്ന നിലക്കാണ് ഞാൻ ശിരൂരിലേക്ക് പോയത്. 45 ദിവസം എൻ്റെ ഒരുപക്ഷെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കാലയളവ് മാറി താമസിച്ചത് ശിരൂരിലാണ്. നിങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറയുന്നത്, എല്ലാവരും പറയും മഞ്ചേശ്വരത്ത് BJPയും മതേതരത്വം വർഗീയതയും തമ്മിലുള്ള പോരാട്ടം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരള സ്റ്റോറി എന്ന് പറയുന്ന കേരളം ഏറ്റവും പ്രതിഷേധിച്ചൊരു സിനിമയും ചർച്ചയ്ക്ക് വന്നിരുന്നു. സത്യത്തിലും കേരള സ്റ്റോറി എന്ന് പറയുന്നത് അർജുൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത മഞ്ചേശ്വരത്തെ AK മഷറഫ് എന്ന് പറയുന്ന MLA 45 ദിവസം ആ തെരച്ചിലിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് റിയൽ കേരള സ്റ്റോറി. ആ ഒരു തെരച്ചിലിന് എന്നെ പ്രേരിപ്പിച്ചത്, എന്നെ പഠിപ്പിച്ചത് എൻ്റെ മഞ്ചേശ്വരക്കാരാണ്, എൻ്റെ പ്രിയപ്പെട്ട മണ്ഡലക്കാരാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലും ചർച്ചയാവുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. MLA ഇപ്പോൾ നേരിട്ട് കളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്കക്കളം മുറുകി കഴിഞ്ഞു. പോരാട്ട ചിത്രം മഞ്ചേശ്വരത്ത് വ്യക്തമായ രീതിയിൽ തെളിഞ്ഞു കഴിഞ്ഞു. എന്തായിരിക്കും ഒരു പ്രയോറിറ്റി, ഈ പ്രചരണത്തിൽ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഏതിനായിരിക്കും ഇവിടെ ഈ മത്സരിക്കും? കാരണം ടൈറ്റ് ഫൈറ്റാണല്ലോ. എന്തായിരിക്കും മുന്നോട്ട് വെക്കുന്ന ആശയം പ്രധാനപ്പെട്ടത്? കാരണം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മഞ്ചേശ്വരം, കാസർഗോഡ് പലപ്പോഴും വർഗീയ അസ്വസ്ഥതകൾ കൊണ്ട് ടെൻഷൻ അടിച്ച ഒരു ജില്ലയാണ്. ഇന്നിപ്പോൾ എൻ്റെ പ്രഖ്യാപനം വരുന്നത് ഒരു മാർച്ച് മാസത്തിലാണ്. ഈ മാർച്ച് മാസം 20-ാം തീയതി വരുമ്പോൾ കാസർഗോട്ടുകാരുടെ ഒരു നോവുണ്ട്. റിയാസ് മൗലവി എന്ന് പറയുന്നൊരു മനുഷ്യനെ കഴുത്തറുത്ത് കൊന്ന കൊലപാതകത്തിൻ്റെ ഓർമ്മകൾ. അതിനുശേഷവും ജില്ല ശാന്തമാണ്, സമാധാനത്തിലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരക്കാരുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയ മുദ്രാവാക്യം ഇന്നലകളിലുണ്ടായ ആ സമാധാനം, ആ മതേതരത്വം നിലനിർത്തണം. മതേതരത്വത്തിന് വേണ്ടി, നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി UDFന് വോട്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പ്രഥമ മുദ്രാവാക്യം. മതേതരത്വം സംരക്ഷിക്കുവാൻ ഉള്ള പോരാട്ടം, അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്കക്കളം മുറകുന്ന കേരളം ശ്രദ്ധയാകർഷിക്കുന്ന ത്രികോണ മത്സരത്തിന് കളമൊരുങ്ങിയ മഞ്ചേശ്വരത്ത് നിന്നും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി, UDF സ്ഥാനാർത്ഥി, നിലവിലെ MLA AK മഷറഫാണ് ഇപ്പോൾ നമ്മോടൊപ്പം. അദ്ദേഹം തൻ്റെ പോരാട്ടവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, തെരഞ്ഞെടുപ്പിനിറങ്ങുന്ന കാര്യങ്ങൾ പങ്കുവച്ചത്. ഈ ആദ്യ മണിക്കൂറുകളിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ക്യാമറമാൻ സതീഷ് ഉദുമിക്കൊപ്പം അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്.